Thank you.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ ദാസരോട് കരുണയായിരിക്കുകയും അങ്ങേ കൃപയുടെ ദാനങ്ങൾ കാരുണ്യവും അവരുടെ മേൽ വർദ്ധമാനമാക്കുകയും ചെയ്യണം. അങ്ങനെ പ്രത്യാശ, വിശ്വാസം, സ്നേഹം എന്നിവയാവുന്ന അങ്ങേ കൽപ്പനകളിൽ അവർ സദാ ജാഗരൂകരായി കാത്തുപാലിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുകൾ അയക്കട്ടെ എന്നും ദയവായി ജീവിച്ചുവാൻ അങ്ങേ പുത്രനും ഞങ്ങളുടെ നാമമായ യേശു ക്രിസ്തു ഈ പ്രാർത്ഥന കേട്ടിരിക്കണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൽ അവന്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതകളുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തന്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി. ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സ്ഥാപിക്കുന്നതിന് കുരിശ് വഴി ഒരു ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലുള്ള ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപസ്ഥരായിരുന്ന നിങ്ങളോടും അവൻ സമാധാനം പ്രസംഗിച്ചു.
അതിനാൽ അവനിലൂടെ ഒരു ആത്മാവിനും തിരുകൂട്ടർക്കും പിതാവിന്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു. കർത്താവിന്റെ വചനം. ഹല്ലേലൂയ. കർത്താവ് അരുൾ ചെയ്യുന്നു, എന്റെ ആളുകൾ എന്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. മാർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് അക്കാലത്ത് അപ്പോസ്തലന്മാർ യേശുവിന്റെ അടുത്ത് വന്ന് തങ്ങൾ ജീവിതം പഠിപ്പിച്ചതും അറിയിച്ചു. അനേകം ആളുകൾ അവിടെ വരികയും പോവുകയും ചെയ്തിരുന്നു. ഭക്ഷണം കഴിക്കുവാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല. അതിനാൽ അവർ പറഞ്ഞു, നിങ്ങൾ വിജനസ്ഥലത്തേക്ക് വരുവാൻ അല്പം വിശ്രമിക്കും. അവർ വഞ്ചിയിൽ കയറി ഒരു വിജനസ്ഥലത്തേക്ക് പോയി. പലരും അവരെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു. എല്ലാ പട്ടണങ്ങളിൽ നിന്ന് ജനങ്ങൾ കരവഴി ഓടി അവർക്കും കേൾക്കും. അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവൻ അനുകമ്പ. കാരണം അവൻ ഇടയിലില്ലാത്ത ആട്ടിൻപറ്റം പോലെയായിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളെ പഠിപ്പിക്കുവാൻ പോയി. കർത്താവിന്റെ സുവിശേഷം. അമൃതജൻ പറഞ്ഞതുപോലെ ഇടയസങ്കല്പമാണ് ഇന്നത്തെ വായനകൾ മുഴച്ചു നിൽക്കുന്നത്. ഒന്നാമത്തെ വായന ജെറമ്യ പ്രവാചകന്റെ പുസ്തകത്തിലുള്ളതാണ്. ജെറമ്യ പ്രവചനം ആരംഭിക്കുമ്പോൾ ഒരു തകർന്ന ഇസ്രായേലാണ് ജെറമ്യയിൽ നിന്നുള്ളത്. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ രാജ്യമായ സമരിയായും അതിനടുത്ത രാജ്യമായ യൂദായും തകർക്കപ്പെട്ടിരിക്കുന്നു. ബാബിലോൺ ഇസ്രായേലിന് ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞിട്ടാണ്. ഇസ്രായേലിന്റെ ഏക പ്രതീക്ഷയായ യൂദയ ബാബിലോണിന്റെ ഒരു പാവ രാജാവ് എന്നറിയപ്പെടുന്ന രാജാവാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. സദേക്കിയാണ്. ബാബിലോണിന്റെ ഇഷ്ടകാര്യങ്ങൾക്ക് മാത്രം അദ്ദേഹം എപ്പോഴും പരിശ്രമിക്കുകയും ഇസ്രായേലിന്റെ നന്മ അവഗണിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ കടന്നുവന്ന രാജാക്കന്മാരെ കുറിച്ചാണ് ജെറമ്യ എന്ന് പറഞ്ഞത്. നിങ്ങൾ ഇടയന്മാരാണ്, എന്നാൽ ഇടയന്റെ ദൗത്യം നിങ്ങൾ ചെയ്യുന്നു. നിങ്ങൾ ആടുകളെ ചിതറിച്ച് കളയുന്നു. ദൈവത്തിന്റെ ജനത ഇന്ന് പല ഭാഗങ്ങളിലേക്ക് ചിതറിപ്പെട്ടിരിക്കുന്നു. അതിന് കാരണം ഈ ഇടയന്മാരാണ്. ഇടയിലുള്ള അവസ്ഥ, ഇടയിലില്ലാത്ത അവസ്ഥ രണ്ട് വിശുദ്ധത്തിൽ ധാരാളമായിട്ട് ഉപയോഗിച്ച് കേൾക്കുന്ന കാര്യങ്ങളാണ്. നല്ല ഇടയന്മാര് ഇസ്രായേലിനെ ദൈവത്തോടൊപ്പം ചേർത്ത് നിർത്തിയവരാണ്. എന്നാൽ മോശപ്പെട്ട ഇടയന്മാരെന്ന് അറിയപ്പെടുന്നവര് ധാരാളം അന്യദൈവങ്ങളെ ആരാധിക്കുകയും അങ്ങനെ ഇസ്രായേലിനെ ഏക ദൈവത്തിന്റെ വിശ്വാസം വഴിതെറ്റിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ജെറമ്യ പറയുക, നിങ്ങൾ എന്റെ ജനത്തെ ചിതറിച്ച് കളഞ്ഞില്ല. ഇടയിലുള്ള അവസ്ഥ നല്ലിടയിലാണ് എങ്കിൽ അവൻ ജനങ്ങളെ ദൈവത്തോട് ചേർക്കുന്നത്. ആരാണ് ചീത്ത ഇടയൻ? അവൻ തന്റെ ജനത്തില് വിഭാഗീയത കുത്തിവെക്കുകയും അങ്ങനെ ഒരുമിച്ചായിരുന്നവർ ചിതറിക്കപ്പെടുകയും ചെയ്തു. ഇടയിലില്ലാത്ത അവസ്ഥയേക്കാൾ മോശമാണ് ചീത്തയായ ഇടയൻ ഉണ്ടായിരിക്കുക എന്നത്. അതാണ് ജെറമ്യ പറഞ്ഞിരിക്കുക, നിങ്ങൾ ചീത്ത ഇടയന്മാരാണ്. ജനങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളിൽ പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യം നിങ്ങൾ ചെയ്യുന്നില്ല. അങ്ങനെയെങ്കിൽ നല്ലവരെ ചെയ്യേണ്ട ദൗത്യം എന്താണ്? അവർ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടണം. രണ്ടാമത്തെ വായനയിലാണ് പൗലോസ് അപ്പോസ്തലൻ എഫെസ്യർക്ക് ലേഖനം പറയുക, ക്രിസ്തു ജനതയെ ഒരുമിച്ച് കൂട്ടുവാനായിട്ട് വന്നു.
അവൻ ഒരുമിച്ച് കൂടും. ഇവിടെ പറയുന്ന ഈ ഒരുമിച്ച് കൂട്ടൽ യഹൂദരെയും വിജാതിയെയും ഒരുമിച്ച് കൂട്ടിയ ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. ക്രിസ്തുവിന്റെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കാം. അവിടെ ഈ വേർതിരിവ് ഒരിക്കലും ക്രിസ്തു കാണിച്ചിരുന്നില്ല എന്ന് കാണുവാനായിട്ട് സാധിക്കും. സമരിയാത്തോട് ക്രിസ്തു അനുകമ്പാപൂർവ്വം പ്രവർത്തിച്ചു. തന്റെ ചുറ്റിലും വന്നിരുന്ന ഓരോ മനുഷ്യരോടും സ്നേഹത്തോടുകൂടെ അവന്റെ ആവശ്യങ്ങൾ അറിയുവാൻ വേണ്ടിയിട്ട് അവന്റെ ജീവിതത്തിൽ അവൻ എന്താണ് ഇപ്പോൾ ആവശ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ മാറ്റി നിർത്താതെ അവരോടൊപ്പം പ്രവർത്തിക്കുവാനായിട്ട് ക്രിസ്തു പരിശ്രമിച്ചത് നമുക്ക് പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ചിതറിപ്പോയതിനെ ഒരുമിച്ച് കൂട്ടിയ ക്രിസ്തുവിനെയാണ് പൊതുസർവസം പറയുന്നത്. അപ്പോസ്തലപ്രവർത്തനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം അപ്പോസ്തലന്മാർ പരസ്യമായിട്ട് പ്രസംഗിച്ചപ്പോൾ, ദൈവത്തിന്റെ വചനം പ്രഘോഷിച്ചപ്പോൾ ഈ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള ജനങ്ങളോട് ഒരുമിച്ച് കൂടിയിരുന്നത് അവർ താങ്കളുടെ ഭാഷയിൽ അവർ അപ്പോസ്തലന്മാർ പറയുന്ന വിശുദ്ധ ഗ്രന്ഥ വചനം മനസ്സിലാക്കിയത് അവർ ഒന്നിക്കപ്പെട്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവത്തിന്റെ വചനം പ്രഘോഷിച്ചപ്പോൾ ജനങ്ങൾ ഒരുമിച്ച് കൂടും. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ബാബേൽ ഗോപുരം പണിയുവാനായിട്ട് ജനങ്ങൾ വരുന്നു. അവർ ദൈവത്തിനെതിരായി പെരുവരുത്തുകൊണ്ട് ഞങ്ങൾ ദൈവത്തെക്കാൾ ശക്തരാണെന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട് ബാബേൽ ഗോപുരം പണിയുമ്പോൾ ദൈവത്തിനുള്ള അവിടെ അകച്ചതയോ മനസ്സിലാക്കി അവരുടെ ഭാഷ നിർമ്മിച്ചു കളയുന്നു. അവരങ്ങനെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ടു. ആ ഗോപുരത്തിന്റെ പണി അവർക്ക് നിർത്തിപ്പിക്കേണ്ടതായിരുന്നു. അപ്പൊ നമുക്ക് ദൈവത്തോടൊപ്പം ചേർന്നിരിക്കുന്നവര് ഐക്യപ്പെടുമെന്നും ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നവര് ചിതറിക്കപ്പെടുമെന്നും വിശുദ്ധഗ്രന്ഥം പറയുന്നു. അപ്പൊ ചിതറിക്കപ്പെട്ടവനെ ഒരുമിച്ച് കൂട്ടുക എന്നതാണ് ഒരു യഥാർത്ഥ ഇടയന്റെ ദൗത്യം. അതാണ് യേശു ക്രിസ്തു ഇവിടെ നടത്തിയത് എന്ന് ഇന്ന് അപ്പോസ്തലന്മാർ നമ്മൾ പറയുന്നു. ഇന്നത്തെ സുവിശേഷത്തിന്റെ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ഞായറാഴ്ച അപ്പോസ്തലന്മാരെ 2 പേരായിട്ട് വിവിധ സ്ഥലങ്ങളിലേക്ക് അയച്ചെന്നാണ്. ആ 2 പേര് തിരികെ വരികയാണ്. അവർ തിരികെ വന്ന് പറയുകയാണ്, തങ്ങൾ ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു, ഒരുപാട് സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് സാധിച്ചു, കർത്താവിൽ നിന്റെ നാമം പറയുവാനായിട്ട് സാധിച്ചു. അതേപ്രതി ജനങ്ങൾ നിന്നിൽ ആകൃഷ്ടരായിരിക്കുകയാണ്. ഇവിടെയും അങ്ങനെയാണ് സാധ്യതകൾ. ക്രിസ്തുവിനോടൊപ്പം ജനങ്ങൾ വന്നു ചേരുന്നു, അണികൾ വന്നു ചേരുന്ന ക്രിസ്തുവിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ക്രിസ്തുവിനോടൊപ്പം അണികൾ വന്നു ചേരാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇന്ന് സുവിശേഷത്തിൽ പറയുന്ന ദൈവത്തിന്റെ വചനം അവിടുന്ന് പ്രഘോഷിച്ചു. അടുത്ത ആഴ്ച സുവിശേഷത്തിൽ പറയും അവിടുന്ന് അപ്പം നൽകി. ഈ അപ്പം സ്വീകരിക്കുവാനും ദൈവത്തിന്റെ വചനം കേൾക്കുവാനുമാണ് ഈ ജനത ക്രിസ്തുവിന്റെ പിന്നാലെ വരുന്നത്. ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അവരെ അറിയാം, ആ ജനത്തെ അറിയാം. മാത്രമല്ല ക്രിസ്തു അപ്പോസ്തലന്മാരോട് പറയുക, ഈ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നും അല്പം മാറി നിങ്ങൾക്ക് ഇപ്പോൾ വിശ്രമം ആവശ്യമാണ്. വിശ്രമം എന്ന് ക്രിസ്തു ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ ഒരു റിട്രീറ്റ് ആണ്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് തന്നെ മാറി നിന്നുകൊണ്ടൊരു ചിന്തയാണ്. നിന്റെ ചുറ്റിലും ധാരാളം ജനങ്ങൾ കൂടുമ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്കുക, മാറിയിരുന്ന് ആലോചിച്ചു, ആ ജനത്തിൽ നിന്ന് മാറിയിരുന്ന് ആലോചിച്ചു നോക്കുക. എന്തിനാണ് അവർ എന്നോടൊപ്പം കൂടുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് അവർ എന്നോടൊപ്പം കൂടുന്നതെന്ന് നീ മാറിയിട്ട് ചിന്തിച്ചാൽ മാത്രമേ നിന്റെ സന്ദേശം നിനക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കൂ. അല്ലെങ്കിൽ ആ ജനക്കൂടിനിടയിൽ നീയുമാണ്. അതാണ് ക്രിസ്തു പറഞ്ഞു വയ്ക്കുക, അവരോടൊപ്പം സഞ്ചരിക്കുവാനായിട്ടല്ല നിങ്ങൾ വിളിച്ചിരിക്കുന്നത്. നിനക്ക് മറ്റൊരു ദൗത്യം, ആ ദൗത്യം തന്നെയാണോ നീ നിർവഹിക്കുന്നതെന്ന് നീ മാറിയിട്ട് ചിന്തിക്കണം, നീ വിശ്രമിക്കുക. അപ്പോസ്തലന്മാർ പറയുക, നിങ്ങൾ വിശ്രമിക്കും. കാരണം അല്ല എങ്കിൽ ഈ ജനക്കൂട്ടത്തിനിടയിൽപ്പെട്ട തന്റെ ദൗത്യം ശിഷ്യന്മാർ കാണും. അതുകൊണ്ട് ക്രിസ്തു വളരെ മനഃപൂർവ്വം പറയുകയാണ്, നീ വിശ്രമിക്കും. നമുക്ക് എല്ലാവർക്കും വിശ്രമം ആവശ്യമാണ്. വിശ്രമിക്കേണ്ടത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാൻ. ക്രിസ്തു ഇവിടെ പറയുക, ഈ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്നതിനുപരിയായിട്ട് നീ ചെയ്യേണ്ടതാണോ ചെയ്യുന്നത് എന്ന് ഒന്ന് ചിന്തിച്ചു. നീ ചെയ്യേണ്ടതാണോ നീ ഒന്ന് ചെയ്യുന്നത് എന്ന് ആലോചിച്ച് നോക്കിയിട്ട് വേണം നിന്റെ അടുത്ത പ്രവർത്തനം. അല്ലാതെ ഒരുപാട് ജനങ്ങൾ നിന്റെ കൂടെയുണ്ട്, അതൊരു സന്തോഷത്തിൽ മതിമറന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുവാണ്. ഒന്ന് മാറിയിരിക്കുക, ദൈവത്തോടൊപ്പം ആയിരിക്കുക. അതാണ് മാറിയത്. അവിടെ നീ ആലോചിക്കുക,
ഇന്നലകൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്, ആ ചെയ്തതിൽ ദൈവം സംതൃപ്തനാണ് എന്ന് ചിന്തിച്ച് അങ്ങനെ സംതൃപ്തനാണെങ്കിൽ പിന്നെയും പ്രവർത്തിക്കും. ഇത് വിശുദ്ധ ഗ്രന്ഥത്തിലെ ക്രിസ്തുവിന്റെ ജീവിതത്തിൽ പലപ്പോഴും സഭയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എവിടെയൊക്കെ ധാരാളം ആളുകൾ ക്രിസ്തുവിനോടൊപ്പം ചേരുന്നു, അവിടെയൊക്കെ അവസാന ഭാഗത്ത് സുവിശേഷകൻ പറയുക അവൻ പ്രാർത്ഥിക്കുവാനായിട്ട് ഏകനായി പോയി. അപ്പൊ ഇങ്ങനെ ഒരു ആത്മശോധനയുടെ സന്ദേശം പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ക്രിസ്തു നന്മ പ്രവർത്തിക്കുന്നത്? നല്ലടിയുടെ മറ്റൊരു ദൗത്യമാണ് അവിടെ സൂക്ഷിക്കുക, ജനങ്ങളോട് അവന് അനുകമ്പ തോന്നും. അവസാന ഭാഗത്ത് പറയുക ജനങ്ങളോട് അവന് അനുകമ്പ തോന്നും. കുംപാസിയോ എന്നാണ് അനുകമ്പ എന്ന വാക്കിൽ എന്തെങ്കിലും പറയുന്നത്. കൂടെ സഹിക്കുക, അവരുടെ ദുഃഖങ്ങൾ നീ ഏറ്റെടുക്കുക. ഒരിക്കൽ നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ഭരണകാലത്ത് അദ്ദേഹം ഒരു മനുഷ്യനെ വധിക്കുവാനായിട്ട് കൽപ്പന കൊടുത്തു. കാരണം ഇതായിരുന്നു, ആ മനുഷ്യൻ, ആ കുറ്റവാളി മറ്റൊരാളെ നിർദ്ദിഷ്ടമായിട്ട് വധിച്ചു. അവരുടെ ഘാതകൻ വധിക്കപ്പെടണം എന്ന നിയമം അനുസരിച്ച് നെപ്പോളിയനും ഈ മനുഷ്യൻ ചെറുപ്പക്കാരനെ വധിക്കുവാനായിട്ട് കൽപ്പന കൊടുത്തു. ഇതറിഞ്ഞ ചെറുപ്പക്കാരന്റെ അമ്മ കരഞ്ഞ് നിലവിളിച്ച് നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ രാജസമിതിയിലെത്തി. അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ മകനാണ്, എനിക്കൊരു മകനേ ഉള്ളൂ, അവനെ നീ രക്ഷിക്കണം, ഈ ശിക്ഷ ഇളവ് ചെയ്തു കൊടുക്കും. നെപ്പോളിയൻ ചോദിച്ചു, മറ്റൊരാളിനെ കിരാതമായി വധിച്ച ഈ മനുഷ്യന് ഞാൻ എങ്ങനെയാണ് ശിക്ഷ കൊടുക്കാതെ? എന്ത് അർഹതയാണ് അവന് ഉള്ളത് എന്ന് ചോദിച്ചു. ആ അമ്മ പറഞ്ഞു, അർഹത ഇല്ലാത്തവന് കൊടുക്കുന്ന സ്നേഹമാണ് അനുകമ്പ. അർഹതയില്ലാത്തവന് കൊടുക്കുന്ന സ്നേഹമാണ് അനുകമ്പ. നെപ്പോളിയൻ അവനെ വെറുതെ വിടുന്നതാണ് ചരിത്രം പറയുന്നത്. ക്രിസ്തുവിന്റെ ജീവിതം നോക്കുക, അനുകമ്പയുടെ ഒരു ജീവിതമാണ്. തന്റെ ചുറ്റിലുമുള്ളവർ തന്നോട് യാചിക്കുന്നവർക്ക് അത് ലഭിക്കുവാനായിട്ട് അർഹതയുള്ളൂ എന്ന് അവിടെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അവിടുന്ന് കൊടുത്തുകൊണ്ടേയിരുന്നു. അവന്റെ വേദനകൾ അവിടത്തേക്ക് മനസ്സിലാക്കി. കാരണം ഏറ്റവും വലിയ അനുകമ്പയുള്ള പിതാവ് ക്രിസ്തുവിനോടൊപ്പം. പിതാവിനെ കുറിച്ച് പറയുക എപ്പോഴും അനുകമ്പയുള്ള സ്നേഹമുള്ള. അവിടെയാണ് പ്രതിവചന സങ്കീർത്തനം പറയുക, കർത്താവ് എന്റെ കൂടെ നടക്കുക. ആ ദൈവത്തോടൊപ്പം, ആ ദൈവം എന്നെ ഏത് സ്ഥലത്തായാലും, ഇരുപത്തിനാല് സങ്കീർത്തനമാണത്. നമുക്ക് എല്ലാവർക്കും പലരും കാണാപ്പാടം പറയുന്ന സങ്കീർത്തനമാണ്. മരണവീടുകളിൽ നമ്മൾ ധാരാളം വായിക്കുന്ന സങ്കീർത്തനമാണ്. നോക്കുക, അനുകമ്പയുള്ളത് അല്ലെങ്കിൽ കർത്താവ് കൂടെയുള്ളവന്റെ ഹൃദയത്തിൽ അനുകമ്പയുള്ളത്. നമ്മൾ ചെയ്യേണ്ടതാണ് നല്ലിടിയന്മാരായിട്ട് ജീവിക്കേണ്ടവരാണ്. എല്ലാവർക്കും ഇടയദൗത്യമുണ്ട്. അപ്പന് ഇടയദൗത്യമുണ്ട്. മക്കളെ സംരക്ഷിക്കാൻ, ഭാര്യയെ സംരക്ഷിക്കാൻ. അമ്മയ്ക്ക് ഇടയദൗത്യമുണ്ട്. തൻ്റെ ഭർത്താവിനെയും മക്കളെയും സംരക്ഷിക്കും. ഓരോ ജോലി ചെയ്യുന്നവർക്കും ഒരു ദൗത്യമുണ്ട്. ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യും. ഈ ദൗത്യം, ഇടയദൗത്യം, അതിലേറ്റവും ആവശ്യമുള്ളത് അനുകമ്പയാണ്. അനുകമ്പയുള്ള ഇടയദൗത്യം ചെയ്യുവാനാണ്, അതിനു വേണ്ടിയിട്ട് കർത്താവിനെ കൈപിടിച്ച് നടക്കുവാനാണ് നമുക്ക് പരിശ്രമിക്കാം. അതിൽ കൃപ നമുക്ക് നൽകണമേ എന്ന് സർവശക്തരോട് പ്രാർത്ഥിച്ച് ഈ വഴി നമുക്ക് ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സർവശക്തമായ പിതാവിനെ വിശ്വസിക്കുന്നു. ഏകകർത്താവും എല്ലായുഗങ്ങൾക്കും മുമ്പ് പിതാവും ശ്രേഷ്ഠനുമായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യത്തിലുള്ള സത്യദൈവവും ജനങ്ങളെ സൃഷ്ടിക്കപ്പെടാത്ത പിതാവുമായ സത്യദൈവവുമായ അവിടുന്ന് വഴി സകലം സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവരുടെ സ്വർഗ്ഗത്തിൽ പരിശുദ്ധാത്മാവ് മനുഷ്യനായി നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. വേദനകൾ സഹിച്ചു മരിച്ചു അടക്കപ്പെട്ടു. ക്രിസ്ത്യാനികളനുസരിച്ച് ഒന്നാം ദിവസം സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു.
ജീവിതത്തിൽ സ്വീകരിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും അവിടുത്തെ രാജ്യത്തിൽ അവസാനം ഉണ്ടാക്കി പിതാവിനോട് ആരാധിക്കപ്പെടുന്ന സ്തുതിക്കപ്പെട്ടു പ്രവാചകന്മാരുടെ സംസാരിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. ഏകവും വിശ്വവും സ്ഥാപനവും അപ്പോസ്തലികമായ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജാതസ്നാനം ഞാൻ ഏറ്റുപറയുകയും മനുഷ്യരുടെ ആരാധിക്കുന്ന ജീവിതം ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. സഹോദരനെയും നിങ്ങളുടെ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവമേ, ഏകബലിയുടെ സംബോധനയാൽ പഴയനിയമത്തിലെ വ്യത്യസ്ത ബലികളെല്ലാം പൂർത്തീകരിച്ചു. അങ്ങേക്ക് പ്രതിഷ്ഠിതരായ ദാസനും നീ ബലി സ്വീകരിക്കുകയും ആബേലിന്റെ കാണിക്കൽ പോലെ ഇതിനെയും അതേ അനുഗ്രഹത്താൽ വിശുദ്ധീകരിക്കുകയും ചെയ്യും. അങ്ങനെ ബഹുമേറിയ സ്ഥിതികൾ നടത്തുന്ന ഓരോ ബലിയും എല്ലാവരുടെയും രക്ഷയ്ക്ക് പകരിക്കുവാനാണ് ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളോട് കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവ്, സർവശക്തനും നിത്യനുമായ ദൈവം, എങ്ങനെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ പ്രദർശന അർപ്പിക്കുന്ന യഥാർത്ഥവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. അളവില്ലാത്ത മഹത്വം അങ്ങയുടെ മാത്രമാണെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങനെ ദൈവികതയാൽ ഭക്തരായവരെ സഹായിച്ചു. മാത്രമല്ല, ഞങ്ങളുടെ ഭക്തതയ്ക്ക് തന്നെ പ്രതിഫലം നൽകുകയും അങ്ങ് നാശത്തിൽ നിന്ന് എല്ലാവരെയും ഏതുവഴിയാണോ അവർ വീണുപോയത് അതേവഴി നമ്മുടെ കർത്താവായ ക്രിസ്തുവിലൂടെ രക്ഷിക്കുകയും ചെയ്തു. അവിടുന്ന് വഴി മാലാഖമാരുടെ സൈന്യം അങ്ങേ മഹിമയെ ആരാധിക്കുകയും അങ്ങേ മുമ്പിൽ അനന്തം ആനന്ദം കൊള്ളുകയും ചെയ്തു. അവരോട് ഞങ്ങളുടെ സർവ്വം ചെയ്യുവാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പ്രാതപരരായി ഒന്നു ചേർന്ന ആരാധന. Oh
സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളും സമുചിതമായി വാഴ്ത്തും. എന്തുകൊണ്ട് പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യും. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ രീതിയിൽ അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൊണ്ടുന്നത് അത് വിരമിക്കുന്നു. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ നിങ്ങൾ അപേക്ഷിച്ച് വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന തിരുവൽ കാഴ്ച അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കഴിയുന്നു. അങ്ങനെ ഇവയും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനം. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കും. എന്നാൽ അവിടുന്ന് വെച്ചുകൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അറിയിച്ചു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. എന്നതായത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാണ്. അപ്രകാരം തന്നെ താഴും കഴിഞ്ഞ് പാനപാത്രങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ചു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അറിയിച്ചു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കും. എന്നതായത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്നു എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാണ്. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങയുടെ വരുന്നവരെ അങ്ങ് മരണത്തെ പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ വരുന്നവരെ ഞങ്ങളോട് പറയുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ വിനാശം മഹനീയമായ ഉയർപ്പും സദാനുഭവത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാലനവുമായി വരും കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ കൺപാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരന്റെ ശരീരക്തങ്ങളാൽ പരിപൂർത്തരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിലെ ഒരു ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കും. അവിടുന്ന് ഞങ്ങൾ അങ്ങേ പ്രതിമായ കാണിക്കയാക്കി തീർക്കുമാറാകട്ടെ. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് അവകാശങ്ങൾ ലഭിക്കുവാൻ വിശിഷ്ടാദേവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യയുടെ ഔഷധത്തിനോടും അനുഗ്രഹിതരാരോടും മഹിമയുടെ രക്തസാക്ഷികളോടും ഞങ്ങളുടെ മധ്യസ്ഥാന കുടുംബത്തോടും എല്ലാ വിശുദ്ധരോടും തങ്ങയെ സന്നദ്ധരുടെ നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിന്റെയും സർവ്വലോകത്തിന്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാനിടയാക്കണമെന്ന് നിങ്ങൾ അപേക്ഷിച്ചു. അങ്ങേദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ മെത്രാനോടും
മെത്രാൻ പദവിയുള്ളവരോടും വൈദികഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടും ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കഴിയും. അങ്ങയുടെ തിരുവനന്തപുരം അതിരൂഢമായ കുടുംബത്തിന്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടറിയണം. കാരുണ്യവാനായ പിതാവ്, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന എല്ലാ മക്കളെയും അതിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കും. ഞങ്ങളുടെ പ്രതിയടഞ്ഞ സഹോദരനെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ലോകത്ത് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കും. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കും. എന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിന്റെ മേലിൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഭൂതരായി ദിവ്യോപദേശത്താൽ ദുർബലരായി നിർഭയം പ്രവർത്തിക്കുന്നു. ഞങ്ങളുടെ ജനങ്ങളിൽ സമാധാനം കഴിവാർ നൽകണം. അനുഗ്രഹപ്രദമായ പ്രത്യാശ ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേക്കരുടെ സഹായത്താൽ ശക്തരാകും. ഞങ്ങളെപ്പോഴും പാപത്തിനുമതിനാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകും, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. അങ്ങേ അപ്പോസ്തലന്മാർ അറിയിച്ച കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കന്മാർക്കും അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയും. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ദൈവത്തിന്റെ കുഞ്ഞാട് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുക. ദിവ്യജ്ഞാനത്തിനാൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ
ശ്രീ വിജയദാസിന്റെയും ശ്രീമതി സൈന്യയുടെയും മകൻ വിനോ വിജയദാസും ഉള്ളോള MC നിവാസും ശ്രീ മധുവിന്റെയും ശ്രീമതി ക്രിസ്റ്റിയുടെയും മകൻ മഞ്ജുവും തമ്മിൽ കത്തോലിക്ക സഭാപ്രകാരം സമയത്ത് വിവാഹം ചെയ്തിട്ടുള്ള വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഈ വിവാഹത്തിനും കാനോനിക പ്രകാരം തടസ്സമൊന്നും തക്ക സമയത്ത് ബഹുമാനപ്പെട്ട അറിയിക്കുന്നതാണ്. അറിവിലുള്ള സ്വീകരണം എൻ്റെ അനീതിവിപുരാശിയുടെ സന്നിധിയിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ എന്നെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിനെ സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തു. ദിവ്യപുരാശികൾ അങ്ങേ സ്വീകരിക്കാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അറിവിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങയുടെ വരവേ. അങ്ങയുടെ സന്നിധിയിലാണ് വിശ്വസിച്ച് ഞാൻ എന്നെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയുടെ പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയെ നഗരാൻ എന്നെ അനുവദിക്കരുത്. ആമേൻ. ഒരാഴ്ചയും വീടുകളുടെ ക്രമീകരണ പ്രകാരമായിരിക്കും. ഗവൺമെൻറ് എന്തെങ്കിലും പുതിയ നിർദ്ദേശങ്ങൾ നൽകുകയാണെങ്കിൽ അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുന്നതാണ്. എപ്രകാരമാണ് മാറ്റങ്ങൾ വരുത്തുന്നതെന്ന് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഞായറാഴ്ച ദിവസങ്ങളിൽ വരുവാനായിട്ട് ശ്രദ്ധിക്കാം. അതുകൊണ്ട് ഓരോരുത്തർ അഡ്ജസ്റ്റ് ചെയ്ത് വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇട ദിവസങ്ങളിൽ എല്ലാ ദിവസവും ജീവിതത്തിലുണ്ട്. എല്ലാ ദിവസവും ജീവിതത്തിൽ അതിലും പങ്കെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അധികം ആൾക്കാരുടെ ജനക്കൂട്ടം ഉണ്ടാകാതെ ഗവൺമെൻറ്റിൻ്റെ മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ട് എല്ലാവരും എത്തിച്ചേരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് പാരിഷ് കൗൺസിൽ മീറ്റിംഗ് ഉണ്ട്. പാരിഷ് കൗൺസിൽ മെമ്പേഴ്സ് അത് ഓർക്കണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുക. വൈകുന്നേരത്തെ 5:30 നമുക്ക് വീട്ടിൽ ഉണ്ടായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം.
സ്വർഗീയ രഹസ്യങ്ങളാൽ പ്രചോദിപ്പിച്ചവരെ പഴയ ജീവിത ശൈലിയിൽ നിന്ന് നവജന്മത്തിലേക്ക് കടന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിലെ സമാപിച്ചു പോകുവൻ. കർത്താവിന്റെ സുവിശേഷം അനുസരിച്ച് ജീവിക്കുവൻ. പരിശുദ്ധ